ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ ഒരു സീസണിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിലവാരമില്ലാത്ത കുറെ കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന നിലവാരമില്ലാത്ത ടാസ്കുകളുമാണ്. അപ്പം നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയതെന്ന് ഒന്ന് അഭിപ്രായം പറയുക. ഇന്നലത്തെ ആ ഒരു ഫാക്ടറി ടാസ്കും അതുപോലെ തന്നെ സർക്കസ് കൂടാരം എന്ന് പറയുന്ന ടാസ്ക് കൂടെ കണ്ടപ്പോഴത്തേനും ഏതാണ്ടൊക്കെ ഈ ഒരു സീസണിന്റെ അവസ്ഥ നമുക്ക് മൊത്തത്തിൽ ഗസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീസണിലേക്ക് നമുക്ക് പണിപ്പുര എന്നും പറഞ്ഞുകൊണ്ട് ഒരു തീം കൊണ്ടുവന്നു. നമ്മൾ വിചാരിച്ചത് മികച്ച രീതിയിൽ കൊണ്ടുവരും. മികച്ചൊരു തീം തന്നെയായിരുന്നു പണിപ്പുരയിലെ 7ന്റെ പണി എന്നൊക്കെ പറയുന്നത്. പക്ഷേ കണ്ടസ്റ്റൻസിന്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച്, കണ്ടസ്റ്റൻസിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം മാറ്റിവെച്ച് കൊടുക്കാതെ ഒരു 3-4 ആഴ്ച അവരെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. ശരിയാണ്, അതൊരു ബിഗ് ബോസിന്റെ ഗെയിമാണ്. മറ്റു പല ലാംഗ്വേജുകളിലും ഇതുപോലെയുള്ള പല ടാസ്കുകളും പല തീമുകളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അതിനുവേണ്ടി മികച്ച കുറച്ച് ഗെയിമുകളും ടാസ്കുകളും കൊടുത്തിരുന്നെങ്കിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയേനെ. ഇത് നേരെ ചൊവ്വേ വൃത്തിയും മെനയില്ലാത്ത കുറെ കണ്ടസ്റ്റൻസിനെ 3-4 ആഴ്ച പ്രേക്ഷകർക്ക് കാണേണ്ടി വന്നു. അപ്പം അതിന്റെ കൂടത്തിൽ മികച്ച ഗെയിമുകൾ കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ ഷോ മൊത്തത്തിൽ തകർന്നടിയും. എന്നിട്ട് അത് നിവൃത്തിയില്ല, മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പണിപ്പുരയും കാര്യങ്ങളും എടുത്തു മാറ്റി ബിഗ് ബോസ് പുതിയൊരു ഗെയിം പ്ലാനിലേക്ക് കടന്ന് നമുക്ക് വൈൽഡ് കാർഡിനെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് മികച്ച കുറച്ച് ടാസ്കുകൾ കൊണ്ടുവന്ന് മികച്ച രീതിയിൽ ഒരു തീം ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരും വിചാരിച്ചു. എന്നാൽ മുന്നോട്ട് ഓരോ ദിവസം കഴിയും തോറും വൈൽഡ് കാർഡ്സ് വന്നിട്ട് ആ ഒരാഴ്ച വൈൽഡ് കാർഡ്സിന് മാത്രം കുറച്ച് ഗെയിമുകൾ കൊടുത്തിട്ട് അവര് വഴി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് 7ന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വിവരമില്ലാത്ത തീരുമാനങ്ങളും എടുത്താണ് ബിഗ് ബോസ് പിന്നീട് മുന്നോട്ട് പോയത്. കണ്ടസ്റ്റൻസിന് ഈ ഒരു സീസൺ മൊത്തം നോമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, ഈ 2 ആഴ്ചത്തേക്ക് ലാലേട്ടന്റെ എപ്പിസോഡിൽ വരാൻ സാധിക്കത്തില്ല, അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആകാൻ പറ്റത്തില്ല. അതൊരു സീസൺ മൊത്തമൊക്കെ ആക്കി കഴിയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. 1-2 ആഴ്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, അതും അക്സെപ്റ്റബിൾ ആണ്, അത് അങ്ങനെ നിന്നുകൊട്ടെ. ബാക്കി എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതുമില്ല. പിന്നീട് ഓരോ ടാസ്കുകൾ കൊണ്ടുവരുമ്പോഴും ഒരു മികച്ചത് എന്ന് പറയാവുന്ന ഒരു ടാസ്കുകളും ഇല്ല. മറ്റു ലാംഗ്വേജുകളിലൊക്കെ കൊണ്ടുവരുന്ന മികച്ച ടാസ്കുകൾ എടുത്ത് മലയാളത്തിലേക്ക് ഇട്ട് അതിൽ കുറെ മോഡിഫിക്കേഷൻ വരുത്തി ആ ടാസ്കിന്റെ രീതി തന്നെ മൊത്തത്തിൽ മാറ്റിയിട്ടാണ് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ ഈസി ആയിട്ട് കൊണ്ടുവന്നിട്ട് പോലും അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ബിഗ് ബോസിന്റെ ടീമിന് സാധിക്കുന്നില്ല. ഇന്നലെ തന്നെ ഒരു ഫാക്ടറി ടാസ്കും സർക്കസ് കൂടാരം എന്ന് പറയുന്ന ടാസ്ക് ഒക്കെ കൊടുത്തു. എന്ത് നിലവാരത്തിലുള്ള ടാസ്ക് ആണ് ഫാക്ടറി ടാസ്ക് ഒക്കെ? വേറെ ഒന്നും നോക്കണ്ട, കഴിഞ്ഞ ഒരു സീസണിലെ തമിഴ് ബിഗ് ബോസ് സീസൺ 8 ഫാക്ടറി ടാസ്ക് ഉണ്ടായിരുന്നു. അത് ഫാക്ടറി ടാസ്ക് എന്നൊക്കെ പറയുന്നത് 3-4 ദിവസം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആ ഒരു ടാസ്ക് ആണ്. അതിൽ കണ്ടസ്റ്റൻസ് ഒക്കെ ആ ഒരു ബിഗ് ബോസ് ഹൗസ് മൊത്തം യൂട്ടിലൈസ് ചെയ്ത് തീ പാറുന്ന രീതിയിൽ ഗെയിം കളിക്കേണ്ടതും അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസിന്റെയും യഥാർത്ഥ രൂപങ്ങളും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പുറത്തേക്ക് വരുന്ന ഒരു ടാസ്ക് കൂടിയാണ്. പല കണ്ടസ്റ്റൻസിനും പെർഫോം ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളാണ്. അത് വെട്ടിച്ചുരുക്കി വെറും മണിക്കൂറുകൾ മാത്രമാക്കി, 2 ദിവസത്തെ ടാസ്ക് ആക്കി അത് മണിക്കൂറുകൾ മാത്രമാക്കി, കുറച്ച് കണ്ടസ്റ്റൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, കുറച്ച് കണ്ടസ്റ്റൻസ് ഇല്ല, അതൊരു ആക്ടിവിറ്റി റൂമിലേക്ക് മാത്രമാക്കി എന്തോ ചെറിയൊരു രീതിയിൽ വെട്ടി മുറിച്ച് ഒരു നിലവാരമില്ലാത്ത രീതിയിൽ ഫാക്ടറി ടാസ്ക് എടുത്തുകൊണ്ട് പോകുകയും അത് കഴിഞ്ഞിട്ട് സർക്കസ് കൂടാരം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ബിഗ് ബോസ് ആണോ അതോ വേറെ വല്ലതുമാണോ? ഫ്ലവേഴ്സിലുണ്ടായിരുന്ന സ്റ്റാർ മാജിക് ഗെയിം ഷോ നടത്തുന്നത് പോലെ കുറെ ഊള ഗെയിംസ് ഒക്കെ ആയിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് ഇനി 1-2 ഗെയിമുകൾ അവിടെ എവിടെയൊക്കെ കുറച്ച് മെച്ചമുള്ളതൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ കരുതിയാൽ പോലും അതിനെ ഒരു മികച്ച രീതിയിൽ എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത കുറച്ച് നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസ് അടുത്തത്. അതായത് ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ 3-4 ടാസ്ക് റദ്ദ് ചെയ്തു. അതായത് അടിയും ബഹളവും കണ്ടസ്റ്റൻസ് തമ്മിലുള്ള വഴക്കും കാരണം ബിഗ് ബോസിന് ടാസ്ക് തന്നെ റദ്ദ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. സോ മൊത്തത്തിൽ കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പരാജയം തന്നെയാണ് ഈ ഒരു സീസണിന്റെ ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കുന്ന ടാസ്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കി അത് എന്താണ് ആ ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ബിഗ് ബോസ് നിർദ്ദേശിച്ചിരിക്കുന്നത്, അതൊന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ പോലും നമ്മുടെ കണ്ടസ്റ്റൻസിനില്ല. പാതി കേട്ട് പാതി കേൾക്കാതെ അങ്ങോട്ട് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയാണ്. ഇടയ്ക്ക് ബിഗ് ബോസ് ഇവരുടെ തോന്നിവാസം കണ്ട് പ്രോപ്പർ ആയിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസ് പറയുന്നത് പോലും ശ്രദ്ധിക്കാതെ അവരുടെ ഇഷ്ടത്തിന് ടാസ്ക് കളിക്കുകയാണ്. 1-2 പേർക്ക് ചെറിയ രീതിയിലെങ്കിലും ടാസ്ക് മനസ്സിലാക്കി കളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കുന്നുണ്ട്. ബട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആരും ഈ ടാസ്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഒന്നെങ്കിൽ അവർക്ക് തോന്നിയ പോലെ അവരുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ ഫേവറേറ്റ്സും കാണിച്ചിട്ട് കളിക്കുന്നു. ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് ഓരോ ടാസ്കും എടുത്തുകൊണ്ട് പോകുന്നത്. ഇന്നലെ ഒരു ഫാക്ടറി ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് ശരിയാണ്, ബിഗ് ബോസ് അത് വെട്ടിക്കണ്ടിച്ച് വളരെ ചുരുക്കി കുറച്ച് മണിക്കൂറുകൾ മാത്രമാക്കി ആ ഒരു ടാസ്ക് കൊടുത്തു. നോറ, അതുപോലെ തന്നെ ജിഷിൻ, അക്ബർ
തൊഴിലാളികളായിട്ട് കുറച്ച് പേര്, ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള റോളുകൾ പ്രോപ്പറായിട്ട് കൊടുത്തു. അക്ബറും ജിഷിനും പ്രോപ്പറായിട്ട് ആ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിനനുസരിച്ച് നിന്നെങ്കിൽ ഓണറായിട്ടുള്ള നോറ അവിടെ എന്താണ് കാണിക്കുന്നത്? നോറയ്ക്ക് ആ ടാസ്ക് പോലും എന്താണെന്ന് മനസ്സിലായില്ല. പ്രോപ്പറായിട്ട് ചിന്തിക്കാതെ നോറയ്ക്ക് ആ ഒരു ടാസ്കിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സൂപ്പർ പവറിനെ മാത്രം ഓർത്താണ് ഗെയിം കളിക്കുന്നത്. അപ്പം അവർക്ക് കൊടുത്ത ക്യാരക്ടർ എന്താണ്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്ത ക്യാരക്ടർ എന്താണ്, മറ്റുള്ള തൊഴിലാളികളായിട്ടിരുന്ന കുറച്ച് പേര് ലക്ഷ്മി, മസ്താനി, ബിന്നി, അതുപോലെ തന്നെ ആദില, ഇവരുടെയൊക്കെ വിചാരം അവിടെ ഇരുന്ന് ആ ചെരുപ്പ് തുന്നുക എന്നുള്ള പരിപാടി, ചെരുപ്പുണ്ടാക്കുക എന്നുള്ള പരിപാടി, ചെരുപ്പുണ്ടാക്കി തീർത്തു കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളി യൂണിയൻ ഉണ്ട്, ഒരു ഫാക്ടറിയാണ്. അപ്പൊ തൊഴിലാളികളൊക്കെ തൊഴിലാളി യൂണിയൻ നേതാവിന്റെ കൂടെ നിൽക്കണം, ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കണം. ഓണർ സൈഡിൽ നിന്ന് മോശമായിട്ടല്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടക്കുമ്പോൾ അവരൊക്കെ ഒന്നിച്ച് നിൽക്കണം. ഇതിന് പലരും പല രീതിയിൽ നിൽക്കുന്നു. എല്ലാവരും ഓണറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, തൊഴിലാളി നേതാവ് വഴി ഒറ്റയ്ക്ക് നിൽക്കുന്നു. എങ്ങനെയാണ് പിന്നെ ആ ഒരു ഗെയിം മുന്നോട്ട് പോകുന്നത്? ഇതുപോലെയാണ് പല ഗെയിമുകളും. ഈ ഒരു ഗെയിമിന്റെ പ്രമോ ആണെന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് ആ ഒരു ടാസ്ക് റദ്ദ് ചെയ്യുന്നു. ഇത് എത്ര ടാസ്ക് ആണ് ഈ ഒരു സീസണിൽ റദ്ദ് ചെയ്യപ്പെടുന്നത്? ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ മോശമായിട്ടുള്ള പെർഫോമൻസും അല്ലെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടി തല്ലുപിടിയും കൂടി ഓരോ ടാസ്കുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടാസ്ക് ഒക്കെ 2-3 ദിവസം കുറച്ചുകൂടെ ഹാർഡായിട്ട് കൊടുത്തെങ്കിൽ എത്ര ദിവസം ഇവർക്ക് ഈ ടാസ്കുകളൊക്കെ ഓടിക്കാൻ പറ്റും? ഇത്ര സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കൊടുത്തിട്ട് പോലും ഇവർക്കൊന്നും പ്രോപ്പർ ആയിട്ടും ഒരു ടാസ്ക് പോലും 1-2 മണിക്കൂറുകൾ പോലും നേരെ ചൊവ്വേ കളിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ഒരു സീസണിലായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന മോശമായിട്ടുള്ള ടീമും മോശമായിട്ടുള്ള കുറെ കണ്ടസ്റ്റൻസും വന്നിരിക്കുന്നതെന്ന്. എന്നാൽ അതിനെ വെല്ലുന്ന രീതിയിലാണ് സീസൺ 7 ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, നിലവാരമില്ലാത്ത കുറെ കണ്ടസ്റ്റൻസും അതിനൊപ്പം കടപിടിക്കുന്ന രീതിയിലാണ് നിലവാരമില്ലാത്ത കുറെ ടാസ്കുകളുമായിട്ട് ബിഗ് ബോസ് എത്തുന്നത്. ബിഗ് ബോസിന് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു സ്വന്തമായിട്ട് ഇത്രയും വലിയൊരു ഹൗസ് ഉണ്ടാക്കി മലയാളം ബിഗ് ബോസിന് വേണ്ടിയിട്ട്, എന്നിട്ട് അതിന് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ടീമോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്കുകളോ കൊണ്ടുവരാൻ പോലും പറ്റുന്നില്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ടീമൊക്കെ എന്തിനാണ് ഈ ബിഗ് ബോസ് ഷോയുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഈ ഒരു സീസൺ പകുതിയാകാറായി, ഇതുവരെയും ഈ ഒരു സീസൺ ക്ലച്ച് പിടിച്ചിട്ടില്ല. പുറത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ അഭിപ്രായം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഇതുവരെയും ഈ ഒരു സീസണിലേക്ക് എന്താ പറയുക, പറയത്തക്ക ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും എത്തിയിട്ടില്ല. പ്രേക്ഷകർ പല രീതിയിൽ നോക്കുന്നുണ്ട്, എന്തെങ്കിലും മുന്നോട്ട് പുരോഗതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. പ്രേക്ഷകരൊക്കെ ഇഷ്ടം പോലെ ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകരൊക്കെ ഇത് വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുവരെയും ഒരു രീതിയിലുള്ള നിലവാരമുള്ള ഒരു ടാസ്കുകളും നിലവാരമുള്ള രീതിയിലുള്ള പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും ഒരു കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്നും നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തിയിട്ടില്ല. ഇതെന്റെ ഒരു അഭിപ്രായമാണ്. പുറത്തെ പല സോഷ്യൽ മീഡിയ ചർച്ചകളിലും ഇതുപോലെയുള്ള അഭിപ്രായങ്ങളും കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയുക. ഈ ഒരു സീസൺ ഇതുവരെ എങ്ങനെയുണ്ട്, നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഗതി എങ്ങനെയാണ്, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.